ഓക്കെ, അപ്പം ബി സെൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗമാണ്. ഓൾറെഡി നമ്മൾ ബി സെല്ലിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിലൂടെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെക്കാനിസംസ്. സോ വി നോ ദാറ്റ് ദീസ് ആർ ദ സെൽസ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ആസ്ക്. കാരണം ഇത് നമുക്കിനി ഒരു ഡിസ്കഷൻ പോലെയാണ്, ബെറ്റർ പോകാൻ നല്ലത്. ഓക്കെ, അപ്പം ദീസ് ആർ ദ സെൽസ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ബി സെല്ലാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എപ്പോൾ ചോദിച്ചാലും ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബി സെൽസ്. ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പ്ലാസ്മ സെല്ലാണ് എന്നതിലേക്ക് ഉത്തരം പോവേണ്ടത്. അതർവൈസ് ദിസ് ഈസ് ദ ബി സെൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദീസ് ആർ ദ മേജർ ഓർ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഇൻ ദ ഹിമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഹിമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ദീസ് ആർ സംതിങ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ സിറം. ബ്ലഡിലൂടെ അല്ലെങ്കിൽ സിറത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ഹിമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബ്ലഡ് or into the circulation and this could be transferred. അതുകൊണ്ട് തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി സെല്ലാണ് പ്രധാനമായിട്ടും ഹ്യൂമോറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ സെൻട്രൽ പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ബി സെല്ലിനെ കുറിച്ചുള്ള മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന തന്നെയാണിത്. ദീസ് ആർ ഹാവിങ് ആൻറ്റിബോഡി മോളിക്യൂൾ ആസ് എ റിസപ്റ്റർ. അല്ലെ, ബി സെൽ റിസപ്റ്റർ ഈസ് നത്തിങ് ബട്ട് ആൻ ആൻറ്റിബോഡി മോളിക്യൂൾ. ഓക്കെ, ആൻഡ് ഇമ്യൂണോഗ്ലോബുലിൻ യൂഷ്വലി ഏതൊക്കെയാണ് ഇമ്യൂണോഗ്ലോബുലിൻ? ഏതൊക്കെ ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് ആക്ട് ചെയ്യുന്നത് ബി സെൽ റിസപ്റ്ററായിട്ട്? യാ, ഫൈൻ. IgMO അല്ലെങ്കിൽ IgDO, ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന, ഈ രണ്ട് ക്ലാസ്സിൽ വരുന്ന ബി സെൽ ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് ബി സെൽ റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, then the rest of the things, B cell synthesis occurs in the bone marrow and also the maturation process. Then blood-ലേക്ക് വരുന്നു അല്ലേ, ബി സെല്ല് സിന്തസിസ്, ആഫ്റ്റർ സിന്തസിസ് they released into the blood. From there they migrate into lymph and also to the secondary organs or the tertiary, that means the peripheral tissues, അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. Then എന്താണ്, activated on interaction at these sites with antigens to differentiate as plasma cells and memory cells. ഇതും നമുക്കറിയാവുന്ന സ്റ്റോറിയാണ് അല്ലേ. So here is the overview of the development of ബി സെൽ. ബി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ബോൺ മാരോയിൽ വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഡെവലപ്മെൻറ്റ് ആൻഡ് മച്ചുറേഷൻ ഒക്കേഴ്സ് ഇൻ ദ ബോൺ മാരോ. സോ ഹൗ ദിസ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്, ഇതാണ് അതിൻ്റെ സ്റ്റേജസ്. യു ക്യാൻ സി ഇനീഷ്യലി നമ്മൾ ബി സെല്ലിൻ്റെ ഇനീഷ്യൽ സെല്ലിനെ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോജനൈറ്റർ സെല്ലിൽ നിന്നും ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്, അതായത് ലിംഫോയിഡ് സ്റ്റെം സെല്ലിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. അതിൽ നിന്നും ഫസ്റ്റ് വരുന്ന സെല്ലാണ് പ്രോ ബി സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോ ബി സെല്ലിൽ നിന്നും പ്രീ ബി സെൽ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരും. ദെൻ ഇമ്മച്വർ ബി സെൽ, അതിനുശേഷം നെയ്വ് സെൽ, ദെൻ മെച്വർ ബി സെൽ. ഓക്കെ, നെയ്വ് സെല്ലും മെച്വർ ബി സെല്ലും ഓൾമോസ്റ്റ് സെയിം സാധനങ്ങൾ തന്നെയാണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് നടക്കുന്നത്. യു ക്യാൻ സീ ഹിയർ. അതിൻ്റെ ഓരോ സമയത്തും വരുന്ന വേരിയേഷൻസ് ഈ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ് ടു ദിസ് സ്റ്റേജ് ഒക്കേഴ്സ് ഇൻ ദ ബോൺ മാരോ അല്ലേ. നെയ്വ് സെൽസ് ആണ് പുറത്തോട്ട് പെരിഫറൽ ടിഷ്യൂസിലും ബ്ലഡിലും കാണുന്നത് നെയ്വ് സെൽസും മെച്വർ ബി സെൽസുമാണ്. ഓക്കെ, ഇതുവരെ ഉള്ളത്, അതുവരെ നടക്കുന്നത് ബോൺ മാരോയിലാണ്. അതിനുശേഷം പെരിഫറൽ സൈറ്റ്സിലേക്ക് മാറും. സി യു ക്യാൻ സീ ദ മേജർ ഡിഫറൻസസ്. പ്രോ ബി സെൽ എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ദർ ഈസ് എ റിസപ്റ്റർ ലൈക്ക് IG alpha, IG beta. IG alpha IG beta എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? IG alpha ആൻഡ് IG beta എന്താണെന്ന് ഓർമ്മയുണ്ടോ? IG alpha, IG beta. ഹലോ കേൾക്കാമോ? ഹലോ സർ. ഓക്കെ, യെസ്. IG alpha, IG beta എന്താ? എവിടെ കാണുന്നതാണ് ഈ IG alpha, IG beta? ബി സെൽ റിസപ്റ്ററിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബി സെൽ റിസപ്റ്ററിൻ്റെ കൂടെ ദർ ഈസ് ആൻ IG alpha, IG beta റിസപ്റ്റർ ഓൾസോ ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ
ഇൻറ്റീരിയർ ഓഫ് ദ സെൽ. അല്ലേ, ബി സെൽ റിസപ്റ്ററായിട്ടുള്ള ഇമ്യൂണോഗ്ലോബുലിൻ മോളിക്യൂളിൻ്റെ കൂടെ കാണുന്നതാണ് IgA, Igβ അല്ലേ. സോ ആ സാധനമാണിത്. അതാണ് തുടക്കത്തിലുണ്ടാകുന്നത്. പിന്നീട് അതിന് ശേഷമാണ് ആൻറ്റിബോഡി മോളിക്യൂൾസ് അതിലേക്ക് വരുന്നത്. ദെൻ അവിടെ കുറേ റീഅറേഞ്ച്മെൻറ്റ്സും എല്ലാം നടക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, ദെൻ അതിന് ശേഷം അത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻറ്റിബോഡി IgM ആയിട്ട് മാറും. ആദ്യം വരെ സ്വാഭാവികമായിട്ടും IgM ആണ് വരിക. ദെൻ ഈ മോളിക്യൂളാണ് ദാറ്റ് ഈസ് ആൻ ആൻറ്റിബോഡി മോളിക്യൂൾ ആൻഡ് ആൻ IgA, Igβ. ഇത്രയാവുമ്പോൾ ഇതെന്താണ്, കംപ്ലീറ്റ് ആയി, എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇതൊരു ഇമ്മച്വർ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ ദാറ്റ് മൂവ്സ് ടു ദ നെർവ് സെൽസ് ഓർ ദ മെച്വർ സെൽ സ്റ്റേജ്. ഓക്കെ, മെച്വർ സെല്ലാവുമ്പോൾ ഒക്കേഷണലി അതിൽ IgDയും കൂടെ ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, IgMും IgDയും കൂടെ അതിൽ ഡെവലപ്പ് ചെയ്ത് വരാം. ഇത്രയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഇതിൻ്റെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. അത് നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പിന്നെ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നുണ്ട് ദിസ് ആൻറ്റിജൻ ഇൻഡിപെൻഡൻറ്റ് ഫേസ് ഒക്കേഴ്സ് ഇൻ ദ ബോൺ മാരോ. ബോൺ മാരോയിൽ വെച്ച് നടക്കുന്ന ഇത്രയും പ്രോസസ്സ് ആൻറ്റിജൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആൻറ്റിജൻ ഇല്ലാതെ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിന് ശേഷം നടക്കുന്നത് പെരിഫറൽ സൈറ്റ്സിൽ നടക്കുന്നത് എന്താണ്, ആൻറ്റിജൻ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ നെർവ് സെൽസ് ഇനി ഫർദർ പ്രോസസ്സിങ് നടക്കുന്നത് ആൻറ്റിജൻ വരുമ്പോൾ മാത്രമാണ്. അതർവൈസ് ദേ വിൽ റിമെയിൻ ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേജ്. അതറിയാലോ. ഇത് പിന്നെ ആൻറ്റിജൻ വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും ഇതിന്, ദേ അണ്ടർഗോ സെൽ ഡെത്ത്. നോർമൽ പ്രോസസ്സ് വഴി അത് സെൽ ഡെത്ത് നടക്കുകയും അടുത്ത എന്താണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു പർട്ടിക്കുലർ പീരീഡ് ലൈഫ് ടൈമിൽ ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. ആ പീരീഡ് കഴിയുമ്പോൾ ഓൾ ദോസ് സെൽസ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രോ ബി സെല്ല്, പ്രീ ബി സെല്ല്, ഇമ്മച്വർ ബി സെൽ, ബോൺ മാരോയിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. യു ക്യാൻ സീ സെർട്ടൻ റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. യു ക്യാൻ സീ ഹിയർ. ഇത് നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സീക്കിറ്റ് ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ ദ ബോൺ മാരോ സ്ട്രോമൽ സെൽസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു the epithelial cells or the stromal cells in the bone marrow will support hematopoiesis. അപ്പോൾ ആ ഹെമറ്റോപോയസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദ മെക്കാനിസം. ദീസ് ആർ ദ ബോൺ മാരോ ഓർ ദ സ്ട്രോമൽ സെൽസ്. സ്ട്രോമൽ സെല്ലിൻ്റെ മുകളിലുള്ള ചില റിസപ്റ്റേഴ്സ് യു ക്യാൻ സീ ദെയർ. ഇപ്പോൾ VCAM1 അല്ലെങ്കിൽ SCF ഇങ്ങനെയൊക്കെയുള്ള കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സാണ് ഈ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതതിൻ്റെ പ്രോ ബി സെൽ സ്റ്റേജാണ്. പ്രോ ബി സെൽ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജുകളിലേക്കുള്ള ട്രാൻസിഷനാണ്. ഇത് രണ്ടും പ്രോ ബി സെല്ലാണ്. അപ്പോൾ പ്രോ ബി സെൽ സ്റ്റേജിൽ അതിൻ്റെ മുകളിലുള്ള റിസപ്റ്റർ എന്ന് സീക്കിറ്റ് എന്ന് പറയുന്നതും അതേപോലെ VLA4 എന്നൊക്കെ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ വിട്ടേക്ക്, നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ദെൻ അതിനുശേഷം ഇൻ്റർലൂക്കിൻ 7 എന്ന് പറയുന്ന ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്യും. ആര്, എപ്പിത്തീലിയൽ സെൽസ്. ഇൻ്റർലൂക്കിൻ 7. ഈ ഇൻ്റർലൂക്കിൻ 7 ആണ് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ബി സെൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ തരം സെല്ലിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻ്റർലൂക്കൻ സൈറ്റോകൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഹെമറ്റോപോയിസിസ് നടക്കുമ്പോൾ ഏത് സെല്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇതിനകത്തുള്ള സെൽസാണ്. ബോൺ മാരോയുടെ അകത്തുള്ള സ്ട്രോമൽ സെൽസ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഇവിടെ ബി സെല്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഇൻ്റർലൂക്കിൻ 7 എന്ന് പറയുന്നത്. ഇൻ്റർലൂക്കിൻ 7 കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോ ബി സെൽ ടു പ്രീ ബി സെൽ. ദെൻ പ്രീ ബി സെൽ ഫർദർ ഡെവലപ്പ് ഇൻ ടു ദ ഇമ്മച്വർ സ്റ്റേജസ്. ഓക്കെ, സോ ദിസ് വിൽ ഹാപ്പൻ ഇൻസൈഡ് ദ ബോൺ മാരോ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ ഇതിനി അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽസാണ്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്രോ ബി സെൽ ഈസ് ദ ഏർലിയസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് ബി lineage. Then you can see there is a specific receptor CD45 എന്ന് പറയുന്ന റിസപ്റ്ററാണ് ഇതിന് മുകളിലുള്ളത്. Then which require direct contact with the stromal cells in the bone marrow in the initial stages for the further stages development. അതിൽ വരുന്ന ഇൻറ്ററാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് VLA4. അതിൻ്റെ ലിഗാൻഡാണ് VCAM1 നമ്മളിപ്പോൾ പറഞ്ഞു. അത് സ്ട്രോമൽ സെല്ലിലാണ്. VLA4 ഉള്ളത് ബി സെല്ലിൽ, പ്രോ ബി സെല്ലിൽ. VCAM1 എന്ന് പറയുന്നത് സ്ട്രോമൽ സെല്ലിൽ. രണ്ടാമത്തത് സീക്കിറ്റ് ഉള്ളത് ബി സെല്ലിൽ, പ്രോ ബി സെല്ലിൽ. അതിൻ്റെ കോംപ്ലിമെൻ്ററി റിസപ്റ്ററാണ് SCF എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, ഫൈൻ. ദെൻ അതിൻ്റെ മെക്കാനിസം ഇവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ലിസൺ ടു ദിസ് മെക്കാനിസം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. സി വൺസ് സീക്കിറ്റ് ഈസ് ആക്ടിവേറ്റഡ്,
c-kit ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? c-kit ഇൻ്ററാക്ട് വിത്ത് എസ് സി എഫ് എന്ന് പറയുന്ന റിസപ്റ്ററായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം. ദെൻ പ്രോ ബി സെൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു ദ പ്രീ ബി സെൽ സ്റ്റേജ് ആൻഡ് ബിഗിൻസ് ടു എക്സ്പ്രസ് എ ന്യൂ റിസപ്റ്റർ ഓൺ ദ സർഫേസ് കോൾഡ് ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ബി സെല്ലിന് മുകളിൽ ഇൻ്റർലൂക്കിൻ 7 എന്ന് പറയുന്ന റിസപ്റ്റർ ഇല്ല. സോ ദാറ്റ് റിസപ്റ്റർ will begin to express only after the c-kit has activated. c-kit ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ വരുന്നത്. ഇൻ്റർലൂക്കിൻ 7 പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതിന് ശേഷമാണ് ബി സെൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ കണ്ടോ, ഇവിടെയൊന്നും ആ റിസപ്റ്റർ ഇല്ല. ഈ റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നത് ആഫ്റ്റർ ദിസ് ഇൻ്ററാക്ഷൻ. c-kit SCF ഇൻ്ററാക്ഷൻ നടന്നതിന് ശേഷമാണ് ഈ റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നത്. ദെൻ അതിലേക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന കെമിക്കൽസ് വരികയും ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ ഇൻ്ററാക്ഷൻ ഓഫ് ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ ടു ദ ഇൻ്റർലൂക്കിൻ 7 down regulates the cell adhesion molecules like VLA4 on pro B cell surface. എന്ന് വെച്ചാൽ ഈ ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്ററിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നേരത്തെയുള്ള ബോണ്ടിങ് ഒക്കെ ബ്രേക്ക് ആവും. അതായത് VLA4ഉം VCAM1ഉം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ VLA4ഉം VCAM1ഉം തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബ്ലോക്ക് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനി സ്ട്രോമൽ സെല്ലിൽ നിന്നും കണക്ഷൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഫ്രീ സെൽസ് ആയിട്ട് മാറാൻ പോകുന്നു. ഓക്കെ, that is, this in turn causes the cells to detach from the stromal cells. So in this stage the cell require interleukin 7 as the major factor for maturation instead of the stromal cell interaction at the beginning. ക്ലിയർ ആണല്ലോ? തുടക്കത്തിൽ സ്ട്രോമൽ സെല്ലുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് ബി സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നത്, പ്രോ ബി സെല്ലിൽ നിന്ന് പ്രീയിൽ നിന്ന് പ്രോയിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേജുകളിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റർലൂക്കിൻ 7 ആണ്. റൈറ്റ്, യു ക്യാൻ സേ പ്രോയിൽ നിന്നും പ്രീയിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇനീഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അതിനുശേഷം ഫർദർ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റർലൂക്കിനാണ്. ഓക്കെ, സെയിം ഇമേജ് തന്നെയാണ്. ദെൻ ഈ നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ബി സെൽ എന്ന് പറയുന്നത് ബി സെൽ ഈസ് ആബിൾ ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റിബോഡി സ്പെസിഫിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആൻറ്റിജൻ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന ഏത് ആൻറ്റിജൻ ആണെങ്കിലും ആ ആൻറ്റിജൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് ബി സെല്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ബി സെല്ല് ഏത് ആൻറ്റിജൻ വന്നാലും അതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. അതാണ് ബി സെല്ലിൻ്റെ വളരെ ഡൈവേഴ്സാണ്. നമുക്ക് എനി ആൻറ്റിജൻ വെൻ എൻ്റർ ഇൻ ടു ദ ബോഡി അതിനെതിരെ എല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്ക് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്? റൈറ്റ്, ഇത് നടക്കുന്നത് അതിനുള്ള ബേസിക് ജനറ്റിക് റീഅറേഞ്ച്മെൻറ്റ് ഒക്കേഴ്സ് വിത്തിൻ ദ ബോൺ മാരോ ഇറ്റ് സെൽഫ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജീൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദർ ഈസ് ആൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജീൻ റീഅറേഞ്ച്മെൻറ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ or in the genetic material of the B cells which occurs in the bone marrow. ഓക്കെ, അപ്പോൾ ബി സെല്ലിൻ്റെ ജനറ്റിക് സിസ്റ്റത്തിൽ ജനറ്റിക് മെറ്റീരിയലിനകത്ത് ചില ജനറ്റിക് റീഅറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നത്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബി സെൽ റിസപ്റ്ററാണ്. അപ്പോൾ ഈ ബി സെൽ റിസപ്റ്ററിന് ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയപ്പെട്ട ജീൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. മറ്റു കാരണങ്ങളുണ്ട്, ബേസിക്കലി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ തന്നെ കുറേ സ്റ്റേജസ് ഉണ്ട്. റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഹെവി ചെയിൻ ഒക്കേഴ്സ് ഫസ്റ്റ്. ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിബോഡി മോളിക്യൂളിന്. അതിൽ ഹെവി ചെയിൻ്റെയാണ് ഫസ്റ്റ് നടക്കുന്നത്. ദെൻ ഈസ് കംപ്ലീറ്റ്. ദെൻ ദ സെൽ മൂവ്സ് ടു ദ പ്രീ ബി സെൽ സ്റ്റേജ്. അതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് അത് മാറുക. ദെൻ യു ക്യാൻ സീ ഹിയർ, അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഈ എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഹെവി ചെയിൻ എന്നതാണ്, കണ്ടോ? DHJH എന്ന് എഴുതിയിരിക്കുന്നത് ഹെവി ചെയിനിൻ്റെ മോളിക്യൂളാർ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് സെല്ലിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഈസ് സം അഡീഷണൽ പോയിൻറ്റ്സ്. ലെറ്റ്സ് സീ. ജീൻ റീഅറേഞ്ച്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. ഇത് ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റിബോഡി മോളിക്യൂൾ നമ്മൾ ഇങ്ങനെ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ 2 ലൈറ്റ് ചെയിൻസ് ആൻഡ് 2 ഹെവി ചെയിൻസ്. അതിലുള്ള ഹെവി ചെയിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
അതിൽ ലൈറ്റ് ചെയിൻ ഈസ് എൻകോഡഡ് ബൈ ജീൻ സെഗ്മെൻറ്റ്സ് വി, ജെ ആൻഡ് സി. ഹെവി ചെയിൻ ആണെങ്കിൽ വി, ഡി, ജെ ആൻഡ് സി. ഇങ്ങനെ 4 സെഗ്മെൻറ്റ് കൂടിയിട്ടാണ് ഹെവി ചെയിൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ചെയിൻ കമ്പോസ് ചെയ്തിട്ടുള്ളത് 3 യൂണിറ്റ്സ് കൂടിയിട്ടാണ്. റൈറ്റ്. അതിൽ ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഹലോ, ഫോളോ ചെയ്യുന്നുണ്ടോ? ഹലോ ഹലോ, മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ച് സത്യത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, എന്നാലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. യു നീഡ് ടു ഇൻറ്ററാക്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഇല്ലെങ്കിൽ മനസ്സിലാവില്ല, വെറുതെ ഇരിക്കായിരിക്കും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാനൊരു പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചോദിക്കാം നിങ്ങൾക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്തോട്ടോ. ഓക്കെ, അപ്പം കണ്ടിന്യൂ ചെയ്യട്ടെ അതോ വെറുതെ എടുക്കുവാണോ? എനിവേ നോക്കാം. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതിപ്പോൾ ആൻറ്റിബോഡി മോളിക്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. ആൻറ്റിബോഡി മോളിക്യൂളിനെ കുറിച്ച് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടതാണ്. ദർ ആർ 2 ലൈറ്റ് ചെയിൻസ്, 2 ഹെവി ചെയിൻസ്. അതിൽ ലൈറ്റ് ചെയിൻ കോഡ് ചെയ്തിരിക്കുന്നത് 3 യൂണിറ്റ്സ് കൂടി റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. വി, ജെ, സി എന്ന് പറയുന്ന 3 യൂണിറ്റ് ഉണ്ട്. ഹെവി ചെയിൻ ആണെങ്കിൽ 4 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ ഓരോന്നിനും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് 134 വി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് 134 ഇതൊരു എക്സാമ്പിളാണ്. ഡി എന്ന് പറയുന്നത് 13 ഉണ്ട്. സി 8 ഉണ്ട്. എന്തിന്? ഹെവി ചെയിന്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? ഇതിൽ നിന്ന് വി എന്ന് പറയുന്ന 134 നിന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഇതിൽ നിന്ന് ഒന്നെടുക്കുക. ഇങ്ങനെയാണ് കോമ്പിനേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടന്നിട്ടാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വരുന്നത്. ഇതാണ് റീഅറേഞ്ച്മെൻറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. യു ക്യാൻ സീ. ഇത് കാണുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിപ്പോൾ ഹെവി ചെയിനിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ്. ഹെവി ചെയിനിൻ്റെ ജീനാണിത്. ഓക്കെ, ഹെവി ചെയിനിൻ്റെ ജീൻ. ഹെവി ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണല്ലോ. ആ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീനാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഹെവി ചെയിൻ ഈസ് എൻകോഡഡ് ബൈ ജീൻ സെഗ്മെൻറ്റ്സ് വി, ഡി, ജെ ആൻഡ് സി. അതിൽ വി എന്ന് പറയുന്നതാണ് ഈ ഭാഗം, കണ്ട വി. ഇത് ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, ഇത് ജെ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, ആൻഡ് ദിസ് ഈസ് ദ സി സെഗ്മെൻറ്റ്. ഈ 4 സെഗ്മെൻറ്റ് കൂടിയിട്ടാണ് ഫൈനലി കണ്ടോ ഇവിടെ ഹെവി ചെയിൻ ഉണ്ടാവുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഹെവി ചെയിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉണ്ടാവുന്നത് ഇതിൽ 4 യൂണിറ്റ് കമ്പൈൻ, അതായത് വി, ഡി, ജെ, സി 4 യൂണിറ്റുകളുണ്ട്, അല്ലെങ്കിൽ 4 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ സെഗ്മെൻറ്റ്സ് വരുന്നത് എവിടെ നിന്നാണ്? ഒരു ജീനിൽ നിന്നാണ്. റൈറ്റ്. ദെൻ ഈ ജീൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജീനല്ല, ഒരു ക്ലസ്റ്ററാണ്. അതിൽ വരുന്നതാണ് വി, ഡി, ജെ ആൻഡ് സി. 4 സെഗ്മെൻറ്റ്സ് കൂടിയ ഒരു ക്ലസ്റ്ററാണിത്. റൈറ്റ്. അപ്പോൾ ഇവിടെ ഓരോ ജീൻ സെഗ്മെൻറ്റിനും പല ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞത്. അതായത് വി എന്ന് പറയുന്നതിൽ 134 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വി എന്ന് പറയുന്നതിൽ 134 അതിൽ നിന്ന് ഒന്നേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളൂ. ഏതെങ്കിലും വി എന്ന് പറയുന്നത് 134 എണ്ണത്തിൽ നിന്ന് ഒന്നെടുത്തിട്ടാണ് ഹെവി ചെയിൻ ഉണ്ടാക്കുക. ഓക്കെ, ഡി എന്ന് പറയുന്നതിൽ എന്താണ് 13 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഡി എന്ന് പറയുന്നതിൽ 13 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 13 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് എടുക്കുക. സിയിൽ 8 ഓപ്ഷൻ ഉണ്ട് മൊത്തം. അപ്പോൾ 8ൽ നിന്ന് ഒന്നാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 134 എണ്ണത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഒന്നെടുക്കാം, ഇതിൽ നിന്ന് ഒന്നെടുക്കാം, ഇതിൽ നിന്ന് ഒന്നെടുക്കാം. അപ്പോൾ ഇത് കോമ്പിനേഷൻ മാറിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ദർ വിൽ ബി തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് കോമ്പിനേഷൻസ്. പല കോമ്പിനേഷൻസും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വി ഇവിടുന്ന് ഒന്നെടുക്കാം, വി വേണമെങ്കിൽ 2 എടുക്കാം, 3 എടുക്കാം, അപ് ടു 134 വരെയുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ എടുക്കാൻ. ഇവിടെ ആണെങ്കിലും അതേപോലെ തന്നെ ഇങ്ങനെ പെർമ്യൂട്ടേഷൻ മാറ്റിക്കൊണ്ടേയിരിക്കാം എന്നുള്ള. അതുകൊണ്ടാണ് അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആൻറ്റിബോഡി മോളിക്യൂള് ബി സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈൻ, ഇത് മനസ്സിലായോ? ഞാൻ അതിൻ്റെ ഒരു വളരെ ബ്രീഫ് ഔട്ട്ലൈനാണ് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഓക്കെ, സോ ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
ബി സെല്ലിൻ്റെ റീഅറേഞ്ച്മെൻറ്റും അതിൻ്റെ സിന്തസിസും ഒക്കെയാണ്. ഇതാണ് ഐ ജി ആൽഫ ഐ ജി ബീറ്റ നമ്മൾ പറഞ്ഞു, ഇതാണ് ഫസ്റ്റ് വരുന്നത് പ്രോ ബി സെൽ സ്റ്റേജിൽ. പ്രീ ബി സെല്ലാവുമ്പോൾ ദർ ഈസ് ദ ആൻറ്റിബോഡി ഐ ജി എം ആണ് ഇനീഷ്യലി വരുന്നത്. ദെൻ ഓൾസോ ദർ വിൽ ബി ദ ഐ ജി ആൽഫ ഐ ജി ബീറ്റ. ദെൻ ഇമ്മച്വർ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ് പ്രോസസ്സായി. ഇവിടെ വരുമ്പോൾ കണ്ടോ, ആദ്യം ഹെവി ചെയിൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നത്, ഈ ബ്ലൂ കളറിലുള്ളത് ഹെവി ചെയിൻ ആണ്. ദെൻ ഇതാണ് ലൈറ്റ് ചെയിൻ, സത്യത്തിൽ ഇതാണ് ലൈറ്റ് ചെയിൻ. ലൈറ്റ് ചെയിൻ കംപ്ലീറ്റ് ആവുന്നത് അതിൻ്റെ ശേഷമാണ്, ഇതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലൈറ്റ് ചെയിൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. The rearrangement of heavy chain occurs first. Then when the heavy chain rearrangement is complete, then the cell moves to the pre-B cell stage. Right, and the maturation will be completed when the light chain gene rearrangement is also over. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, ഹൗ ഡു വി എലിമിനേറ്റ് എ ബി സെൽ വിച്ച് പ്രൊഡ്യൂസസ് ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് ദ സെൽഫ് സെൽ. നമ്മുടെ തന്നെ സെല്ലിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ബി സെല്ലിനെ എങ്ങനെയാണ് ബോഡി എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടക്കുമ്പോൾ അതിലുള്ള ചില ഓപ്ഷൻസ് നമ്മുടെ തന്നെ ആൻറ്റിജൻസിനെതിരെ, നമ്മുടെ സെല്ലിലുള്ള നമ്മുടെ ബോഡി ആൻറ്റിജൻ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ MHC ആൻറ്റിജൻസ് അതുപോലെയുള്ള ആൻറ്റിജൻസ് ഒക്കെ ഉണ്ടല്ലോ, MHC മോളിക്യൂൾസ്, മറ്റു സെൽ ആൻറ്റിജൻസ്, ഈ ആൻറ്റിജൻസിനെതിരെയൊക്കെ ആക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാവാം. ഓക്കെ, ഈ ബി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൽഫ് റിയാക്റ്റീവ് ആയിട്ടുള്ള ബി സെൽസിനെ എങ്ങനെയാണ് ബോഡി എലിമിനേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ ദർ ഇസ് എ സ്ക്രീനിങ് പ്രോസസ് ടു എലിമിനേറ്റ് എനി ബി സെൽ ക്ലോൺ ഓർ എനി ബി സെൽ റിപ്പർട്ടോയർ വിച്ച് ആർ സെൽഫ് റിയാക്റ്റീവ്. ഓക്കെ, അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്ലോണൽ ഡെലീഷൻ, അല്ലെങ്കിൽ വി കാൾ ഇറ്റ് ആസ് നെഗറ്റീവ് സെലക്ഷൻ. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നെഗറ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വി കാൾ ദം സ്പെസിഫിക്കലി ക്ലോണൽ ഡെലീഷൻ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ക്ലോണൽ ഡെലീഷൻ നടക്കുന്നത്? ഇറ്റ്സ് പോസിബിൾ ബൈ ദ ഇൻ്ററാക്ഷൻ ഓഫ് ഇമ്മച്വർ ബി സെൽസ് വിത്ത് സ്ട്രോമൽ സെൽസ്. ഓക്കെ, സ്ട്രോമൽ സെൽസുമായിട്ടും ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസുമായിട്ടും ആൻഡ് അതർ ബ്ലഡ് സെൽസ് ഇൻ ദ ബോൺ മാരോ, ഇതുമായിട്ടൊക്കെ ആര് ഇൻ്ററാക്ട് ചെയ്യും? നമ്മുടെ ബി സെൽസ്. ബി സെൽസ് വിൽ ഇൻ്ററാക്ട് വിത്ത് സ്ട്രോമൽ സെൽ, HCs ആൻഡ് അതർ ബ്ലഡ് സെൽസ് വിത്തിൻ ദ ബോൺ മാരോ. എന്നിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്ന, ഓവർ റിയാക്ട് ചെയ്യുന്ന സെൽസിനെല്ലാം, ഓവർ റിയാക്ട് ചെയ്യുന്ന ബി സെൽസിനെല്ലാം എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് തന്നെ ഡിലീഷൻ നടത്തും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ ഡിലീഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ദ മാർക്കേഴ്സ് ഓൺ ദ സർഫേസ് ഓഫ് ദ സെൽഫ് സെൽസ് വിൽ ബി ബൗണ്ട് ബൈ ദ ബി സെൽ റിസപ്റ്റർ. റൈറ്റ്, ഈ ഇൻ്ററാക്ഷൻ എന്ത് ചെയ്യും? വിച്ച് ട്രിഗേഴ്സ് സെൽ ഡെത്ത് ത്രൂ പ്രോഗ്രാംഡ് മെക്കാനിസംസ്. ബി സെൽ റിസപ്റ്റർ നമ്മുടെ സെൽഫ് സെല്ലിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്താൽ ആ ക്ലോണിനെ, ആ ബി സെല്ലിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. റൈറ്റ്, സോ ആൻഡ് ഓൾസോ സംടൈംസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിസപ്റ്റർ ഓൺ ദ സെൽഫ് സെൽ ഇൻസ്റ്റെഡ് ഓഫ് ഡിലീഷൻ ആൻഡ് അൺറെസ്പോൺസീവ്നെസ് മേ ഓൾസോ റിസൾട്ട്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ക്ലോണൽ ആനർജി. ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി ഓട്ടോ ഇമ്മ്യൂണിറ്റി പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടെ പഠിക്കും. എന്നാലും എൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബി സെൽ അല്ലെങ്കിൽ ഒരു ബി സെൽ ക്ലോൺ, ഈ ബി സെല്ല് നമ്മുടെ തന്നെ ആൻറ്റിജനെതിരെ ആക്ട് ചെയ്യുന്നു. നമ്മുടെ തന്നെ ബോഡി സെല്ലിലുള്ള ഒരു ആൻറ്റിജനെതിരെ ആക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത്തരം സെൽസിനെ ബോൺ മാരോയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അതിനാണ് നമ്മൾ ക്ലോണൽ ഡിലീഷൻ എന്ന് പറയുന്നത്. ഇനി ചില സമയത്ത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? ഇപ്പോൾ ബി സെൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ഒരേ ആൻറ്റിജനാണ്, അല്ലെങ്കിൽ ചുറ്റുള്ള എല്ലാ സെല്ലിൻ്റെ മുകളിലും ഇതേ ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ കോൺസെൻട്രേഷനിൽ ഒരു ആൻറ്റിജൻ വന്നാൽ അപ്പോഴും ബി സെൽ എന്ത് മനസ്സിലാക്കും? ഇതിനെതിരെ അറ്റാക്ക് ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കും. ദീസ് ആർ നോർമൽ സെൽസ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ ആനർജി എന്ന്, അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്നെസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരുപാടുള്ളതുകൊണ്ട് ഇനി അവരെ അറ്റാക്ക് ചെയ്യാൻ പോകില്ല. ബി സെല്ല് ഇഷ്ടം പോലെ ഉണ്ട്. ഒരിക്കലും ആൻറ്റിജൻ, ഫോറിൻ സബ്സ്റ്റൻസ്, പുറത്തുനിന്ന് വരുന്ന ആൻറ്റിജൻസ് ഒരിക്കലും എന്താ പറയുക, വളരെ ഹെവി കോൺസെൻട്രേഷനിൽ ഉണ്ടാവില്ല എന്നതാണ് ബേസിക് കോൺസെപ്റ്റ്. അതാണ് ബി സെൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബി സെല്ല് മനസ്സിലാക്കുന്നത് ആൻറ്റിജൻ എന്ന് പറയുന്നത് കുറച്ച് വരുന്നതാണ്, അല്ലാതെ ഒരു ഹൈ കോൺസെൻട്രേഷനിൽ ഒരിക്കലും വരില്ല. വളരെ ചെറിയ ഡോസിലാണ് ആൻറ്റിജൻസ് എൻ്റർ ചെയ്യുക, പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ വരുമ്പോഴാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുക. അതിൽ കൂടുതൽ ഹെവി കോൺസെൻട്രേഷൻ ആകുമ്പോൾ സെല്ല് വിചാരിക്കും ഇത് സെൽഫ് സെല്ലാണ്. ഓക്കെ, അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യേണ്ടതില്ല. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ക്ലോണൽ ആനർജി. ഓക്കെ,
സോ clonal deletion features ആണ്. In the bone marrow, about 5 into 10 raised to 7 B cells are produced per day. You can see the number. There are around 5 into 10 raised to 7 B cells produced per day. പക്ഷേ അതിൽ 5 into 10 raised to 6, അതായത് അതിൻ്റെ 10% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എന്ന് വെച്ചാൽ യു ക്യാൻ സീ ദ ഡിഫറൻസ്. 5 into 10 raised to 7 B cell ഉണ്ടാവുന്നുണ്ട് ഓരോ ദിവസവും, പക്ഷേ അതിൽ 10%, 5 into 10 raised to 6, അതായത് അതിൻ്റെ 10% മാത്രമാണ് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു, റിക്രൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്യപ്പെടും. ബിക്കോസ് ബാക്കിയുള്ള 90% ബി സെൽസും സെൽഫ് റിയാക്റ്റീവ് ആണ് എന്നർത്ഥം, അല്ലെങ്കിൽ അത് ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൂടെ പോകുന്നില്ല. ക്ലിയർ ആണല്ലോ? സോ ഇതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, സം ഓഫ് ദീസ് ബി സെൽസ് ക്യാൻ ബി ഓട്ടോ റിയാക്റ്റീവ്, സെൽഫ് റിയാക്റ്റീവ് ആണ് എന്നർത്ഥം. Then all these B cells will be damaging to our body, and also they produce auto antibodies and they cause autoimmune diseases. ഈ കാരണം കൊണ്ടാണ് അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ അഗെയിൻ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. യു ക്യാൻ സീ ഹിയർ. ഇതാണ് ഇപ്പോൾ നമ്മുടെ സെൽഫ് ആൻറ്റിജൻ എന്ന്, ഇതാണ് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ ആണ്. ഇത് സെൽഫ് ആൻറ്റിജൻ ആണ്, മൾട്ടി വാലൻറ്റ് സെൽഫ് ആൻറ്റിജൻ. യു ക്യാൻ സീ ഇത് സെൽഫ് സെല്ലാണ്, സെൽഫ് ആൻറ്റിജൻ ആണ് ഇത്. അപ്പോൾ നമ്മുടെ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബി സെല്ലിൻ്റെ മുകളിൽ ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്റർ ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ വീക്ക് ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ എന്താണ്, സക്സസ്ഫുള്ളി ലീവ് ദ ബോൺ മാരോ ആൻഡ് മൈഗ്രേറ്റ് ടു പെരിഫറൽ ലിംഫോയിഡ് ഓർഗൻ. ഇത് ഡിലീഷൻ അല്ല, ക്ലോണൽ ഡിലീഷൻ അല്ല, ഇത് എന്താണ്, ഇങ്ങനെയാണ് ബി സെൽസ് സർവൈവ്. ഇതാണ് 10%. ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല, ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ഓർ വീക്ക് ഇൻറ്ററാക്ഷൻ. റൈറ്റ്. ഇനി ഇവിടെയാണെങ്കിൽ ബോൺ മാരോയിൽ ഈ സെൽ എന്ത് ചെയ്യുന്നു, യു ക്യാൻ സി വെരി സ്ട്രോങ് ഇൻറ്ററാക്ഷൻ നടക്കുന്നു. ഈ സെല്ലുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ദേ ഫോം എ കോംപ്ലെക്സ്. ദെൻ എന്താ സംഭവിക്കുന്നത്, ബി സെൽ ഡെവലപ്മെൻറ്റ് ഈസ് അറസ്റ്റഡ്. ദ ബി സെൽസ് ആർ റിറ്റെയിൻഡ് ഇൻ ദ ബോൺ മാരോ. ദെൻ ഫൈനലി ദേ വിൽ ബി സബ്മിറ്റഡ് ഫോർ എപ്പറ്റോസിസ്. എന്ന് വെച്ചാൽ ഈ ക്ലോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ ഡെലീഷൻ എന്ന് പറഞ്ഞത്. റൈറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ബി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് മനസ്സിലായിട്ടുണ്ടോ? ബി സെൽ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഇനീഷ്യൽ സ്റ്റേജസിനെ നമ്മൾ പ്രോ ബി സെൽ എന്ന് പറയും. പ്രോ ബി സെല്ലിൽ അതിലുള്ള റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ VLA4ഉം അതേപോലെ തന്നെ സി കിറ്റൊക്കെയാണ് അതിലുള്ള റിസപ്റ്റേഴ്സ്. അതിന് ശേഷം അതിൽ ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ബി സെൽ റിസപ്റ്റർ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം വരുന്ന IG ആൽഫ IG ബീറ്റയാണ്. പിന്നീട് ഹെവി ചെയിൻ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ചെയിൻ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. ഇതെല്ലാം കഴിയുമ്പോഴാണ് അത് മെച്യൂർ സ്റ്റേജിലേക്ക് മാറുന്നത്. റൈറ്റ്. ദെൻ അതിനുശേഷം നമ്മളതിൻ്റെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞു. സെൽഫ് സെല്ലിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സെൽസിനെ നമ്മൾ ക്ലോണൽ ഡിലീഷൻ വഴിയോ ക്ലോണൽ ആനർജി വഴിയോ ഇനാക്ടിവേറ്റ് ചെയ്യും. ഓൺലി ദോസ് ബി സെൽസ് വിച്ച് ആർ safe to be released, that means they react only with the foreign substances will be released into the circulation. ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ആക്ടിവേഷൻ ഫേസ് ആണ്. ഇനിയിപ്പോൾ ഇത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്തു. ബ്ലഡിൽ നിന്നും അത് ലിംഫിലേക്കും സെക്കൻഡറി ഓർഗൻസിലേക്കും ടേർഷ്യറി ഓർഗൻസിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി അവിടെ വെച്ചിട്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. റൈറ്റ്. സോ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പറാണ് 5 into 10 to 6 അപ്രോക്സിമേറ്റ്ലി. ഇത്രയും നമ്പർ എന്ത് ചെയ്യും, സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. റൈറ്റ്. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ നെയ്വ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെയ്വ് സെൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ആൻറ്റിജൻ ഒന്നും കിട്ടിയിട്ടില്ല. ഈ നെയ്വ് സെൽസിന് ആൻറ്റിജൻസിനൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ദ വിൽ ബി സെൽഡ്. എന്ന് വെച്ചാൽ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നതിൻ്റെ 90%, ബ്ലഡിലേക്ക് വരുന്നതിൻ്റെ 90% ബി സെൽസും എന്ത് ചെയ്യപ്പെടും, ദേ അണ്ടർഗോ സെൽ ഡെത്ത് ബിക്കോസ് ദേ വിൽ നോട്ട് ഇൻറ്ററാക്ട് വിത്ത് എനി ആൻറ്റിജൻ. ഇത്ര ആൻറ്റിജൻസ് ബ്ലഡിൽ വരുന്നില്ല, ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാത്തത് കൊണ്ട് ഓൾമോസ്റ്റ് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി വേരിയിങ്, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് വേരിയേഷൻ വരാം. ജനറലായിട്ട് പറയുമ്പോൾ ഓൾമോസ്റ്റ് 90% ബി സെൽസും എന്ത് ചെയ്യപ്പെടും, എഗെയിൻ സെൽ ഡെത്തിലേക്ക് പോകും. റൈറ്റ്. ഈ റിലീസ് ചെയ്യപ്പെട്ടതിൻ്റെ, അപ്പോൾ നേരത്തെ ഓർക്കണം, ഉണ്ടായതിൻ്റെ 10% ഇവിടെ വന്നിട്ടുള്ളൂ. അതിൻ്റെ 90% ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, ബാക്കി 10% ഉള്ളൂ. ഈ 10% ആൻറ്റിജൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്.
ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടി ഹെൽപ്പർ സെൽ. ടി ഹെൽപ്പർ സെല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അപ്പോൾ ടി സെല്ലിൻ്റെ ഹെൽപ്പോട് കൂടി ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ദെൻ ദാറ്റ് ലീഡ്സ് ടു ദ ആക്ടിവേഷൻ. നൗ ദ ബി സെൽ ഈസ് ആക്ടിവേറ്റഡ്. ഓൾ റൈറ്റ്, ബി സെൽ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ നമുക്കറിയാം ഇനി എന്താണ് സംഭവിക്കുക. ദ വിൽ ബി ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ മെമ്മറി ബി സെൽസ്. ഓക്കെ, മെമ്മറി ബി സെല്ലായിട്ട് മാറും, പ്ലാസ്മ ബി സെല്ലായിട്ട് മാറും. അതിൽ പ്ലാസ്മ ബി സെല്ലാണ്, ഈ പ്ലാസ്മ സെല്ലാണ് ആൻറ്റിബോഡീസ് സെക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആൻറ്റിബോഡീസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ സർക്കുലേഷൻസ് ആൻഡ് ഓൾസോ ഇൻ ടു ദ സെക്കൻഡറി സൈറ്റ്സ്. റൈറ്റ്, ഇതാണ് ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകിൽ ഇൻറ്ററാക്റ്റ് അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റ് ചെയ്യില്ല, അക്കോർഡിംഗ്ലി ദാറ്റ് വിൽ ബി റിലീസ്ഡ്. ദെൻ ബി സെൽ ആക്ടിവേഷൻ നടത്തുന്നത് രണ്ട് രീതിയിലുള്ള ആൻറ്റിജൻസ് ആണ്. നമ്മൾ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിജൻസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ടി ഡിപ്പെൻഡൻറ്റ് ആൻറ്റിജനും രണ്ടാമത്തെ ടി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടില്ല, നിങ്ങൾ അവിടെ ടി സെല്ലിൻ്റെ ഒരു കൂടെ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, ടി സെല്ലിനെയും കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഡയഗ്രത്തിൽ. അതിൻ്റെ കാരണം ചില ആൻറ്റിജൻസ് ടി ഡിപ്പെൻഡൻ്റ് ആണ്. ബി സെൽ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ചിലതിന് ടി സെൽസും കൂടെ വേണം, ചിലതിന് ടി സെൽസ് വേണ്ട. അപ്പോൾ ടി സെൽസ് വേണ്ട ആൻറ്റിജൻസിനാണ് ടി ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ടി ഡി ആൻറ്റിജൻസ് എന്ന് പറയും. മറ്റേതിനെ ടി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ തൈമസ് ആണ്. ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, തൈമസ് ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ തൈമസ് ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടി സെൽ എന്നും പറയാം. സോ certain antigens need to be in contact with T helper cells for activation of B cells. Such antigens are called as T dependent antigens. Most of the proteinaceous antigens are processed and presented to T helper cells for further development. എന്ന് വെച്ചാൽ ഈ ചില ആൻറ്റിജൻസ് എന്താണ്, എസ്പെഷ്യലി പ്രോട്ടീൻ നേച്ചറിൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള മിക്കവാറും ആൻറ്റിജൻസ് എല്ലാം എന്താണ് ടി ഹെൽപ്പർ സെൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പ്രോട്ടീൻ കെമിക്കലി അതിൻ്റെ കോമ്പോസിഷൻ പ്രോട്ടീൻ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദീസ് ആൻറ്റിജൻസ് വിൽ ബി പ്രോസസ്ഡ് ബൈ ദീസ് ബി സെൽസ് ആൻഡ് പ്രസൻറ്റഡ് ടു ടി ഹെൽപ്പർ സെൽ. ഹെൽപ്പർ സെല്ലിൻ്റെയും കൂടെ മെക്കാനിസം അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അതേസമയം ചില കേസിൽ ടി ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് തൈമസ് ഇൻഡിപെൻഡൻ്റ് ആണ്. does not require any such assistance from T cells. There are type 1 and type 2. ഇതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. യു ക്യാൻ സി എക്സാമ്പിൾ. ഇപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് എവിടെ കാണുന്നതാണ്? ലിപ്പോപോളിസാക്കറൈഡ് ഹലോ എവിടെ കാണുന്നതാണ് ലിപ്പോപോളിസാക്കറൈഡ് പറഞ്ഞേ? ഹലോ, ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വാളിലുള്ള യെസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ കാണുന്നതാണ് അല്ലേ ലിപ്പോപോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ആൻറ്റിജനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊട്ടൻ്റ് ആൻറ്റിജനാണ് ലിപ്പോപോളിസാക്കറൈഡ് ബാക്ടീരിയയുടെ. അപ്പോൾ അത് വരുന്നത് ഏതിലാണ്? ടി ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് 1 ടി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻസിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിന് ഡയറക്റ്റായിട്ട് ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എൽ പി എസിന്. ഓക്കെ, ഫ്ലജല്ലിൻ വേറൊരു സാധനമാണ് ഫ്ലജല്ലിൻ, അത് ടൈപ്പ് 2 വരുന്നതാണ്. ഫ്ലജല്ലിൻ എവിടെയാണ്? ഫ്ലജല്ലിൻ എന്ന് പറയുന്ന സാധനം എവിടെ ഉള്ളതാ? പറഞ്ഞോ ഫ്ലജല്ലിൻ കേട്ടിട്ടില്ലേ? ഫ്ലജല്ല എന്ന് ഫ്ലജല്ലാർ പ്രോട്ടീൻ്റെ യൂണിറ്റ്സ് ആണ് അല്ലേ? ഫ്ലജല്ല ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലജല്ലിൻ എന്ന് പറയുന്ന യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തതാണ്. റൈറ്റ്, സോ ഈ രീതിയിൽ തൈമസ് ഡിപ്പെൻഡൻറ്റും തൈമസ് ഇൻഡിപെൻഡൻറ്റുമായിട്ടുള്ള ആൻറ്റിജൻസ് ഉണ്ട്. അതിൽ തൈമസ് ഇൻഡിപെൻഡൻറ്റിൽ നിന്ന് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ഉം ടൈപ്പ് 2 ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്കഷനിൽ വന്നത് കാര്യമാണ്. ദെൻ ഇനി ആക്ടിവേഷൻ നടക്കുന്നതാണ്. ഇത് ഈ ഡയഗ്രം കാണിച്ചിരിക്കുന്ന ടൈപ്പ് 1 ടി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻസ്. നമ്മളിപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് ഒക്കെ പറഞ്ഞില്ല അതുപോലെ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആ സാധനം ബി സെല്ലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, കെമിക്കൽ സിഗ്നൽ പാസ് ചെയ്യുന്നു. ഓക്കെ, അതായത് യൂഷ്വലി രണ്ട് തരത്തിലുള്ള സിഗ്നൽ ആവശ്യമുണ്ട് ഈ ഒരു ബി സെൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ. അതിൽ രണ്ട് സിഗ്നലും എന്ത് ചെയ്യും? ഇതിലൂടെ ഈ ഇൻറ്ററാക്ഷനിലൂടെ പാസ് ചെയ്യപ്പെടും. ഇവിടെ ടി ഡിപ്പെൻഡൻറ്റ് ആൻറ്റിജൻസ് ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ടി ഡിപ്പെൻഡൻറ്റ് ആൻറ്റിജൻസ് റിക്വയർ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ കോ സ്റ്റിമുലേറ്ററി റിസപ്റ്റർ ഇൻ അഡീഷൻ ടു ദ ബി സി ആർ ആൻഡ് ആൻറ്റിജൻ ഇൻറ്ററാക്ഷൻ. ക്ലിയർ ആണോ? അതായത് ഈ ബി സെല്ല് ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഏത് ബി സെല്ലാണെങ്കിലും ദേ നീഡ് 2 സിഗ്നൽസ്, രണ്ട് തരത്തിലുള്ള സിഗ്നൽ ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ ബി സെൽ റിസപ്റ്ററും ബി സെൽ റിസപ്റ്ററും അതിൻ്റെ ആൻറ്റിജനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി ഉണ്ടാവുന്നതാണ് ഒന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് co-stimulatory റിസപ്റ്ററാണ്. co-stimulatory റിസപ്റ്ററിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് B7 ആൻഡ് CD28. ഈ B7 CD28 റിസപ്റ്റർ ഇൻട്രാക്ഷൻസ് നടക്കുമ്പോഴാണ് രണ്ടാമത്തെ സിഗ്നൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ CD40 ലിഗാൻഡ് ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് നടക്കുമ്പോഴാണ് സെക്കൻഡ് സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ബി സെൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, അതാണ് ടി ഡിപ്പെൻഡൻറ്റ് സെല്ലിൻ്റെ ലിമിറ്റേഷൻ. അതാണ്, അതായത് ടി ഹെൽപ്പർ സെല്ലും കൂടെ വരുമ്പോൾ മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അതേസമയം ഇവിടുത്തെ കേസിൽ രണ്ട് സിഗ്നലും ഒരേ ആൻറ്റിജൻ തന്നെ പാസ് ചെയ്യും. ടി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻ ആണെങ്കിൽ രണ്ട് സിഗ്നലും ഈ ക്യാൻ സി സിഗ്നൽ 1ഉം സിഗ്നൽ 2ഉം ഇത് തന്നെ പാസ് ചെയ്യും, ഇതേ ആൻറ്റിജൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നർത്ഥം. ഓക്കെ, ആ സിഗ്നൽസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് സിഗ്നൽസ് ആവശ്യമുണ്ട്. കോമ്പിറ്റൻറ്റ് സിഗ്നൽസ് ഡ്രൈവ് ദ ബി സെൽസ് ഫ്രം G0 ഇൻ ടു ദ എയർലി. നമുക്കറിയാമല്ലോ G0 സ്റ്റേജിലാണ്, നെയ്വ് സെൽ എന്ന് പറയുന്നത് G0 സ്റ്റേജിലാണ് നിൽക്കുന്നത് അല്ലേ, അത് തൽക്കാലം അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഗ്രോത്തിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ, ആ സെൽ സൈക്കിളിൻ്റെ അടുത്ത ഫേസിലേക്ക് പോകണമെങ്കിൽ ദേ നീഡ് കോമ്പിറ്റൻറ്റ് സിഗ്നൽസ്, റൈറ്റ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള സിഗ്നലുണ്ട്. ആ സിഗ്നലിനെ കുറിച്ചാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സെർട്ടൻ ആൻറ്റിജൻസ് ക്യാൻ ജനറേറ്റ് ബോത്ത് സിഗ്നൽസ് ബൈ ദംസെൽവ്സ്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. പക്ഷേ മറ്റു പലതിന് അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ദേ നീഡ് അഡീഷണൽ co-stimulatory ഇൻട്രാക്ഷൻസ്. അത്തരത്തിനാണ് നമ്മൾ ടി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ വേറൊരു ഡയഗ്രമാണ്. രണ്ട് സിഗ്നൽസൊക്കെ വരുന്നതാണ് ഇതോടെ. യു ക്യാൻ സീ ഹിയർ. ഇത് ബി സെല്ലിൽ ഇൻട്രാക്ഷൻ നടക്കുന്നു ഫസ്റ്റ് പാർട്ടിൽ. ദെൻ ഇവിടെ CD40 ഇതൊന്നും തമ്മിൽ ഇൻട്രാക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് CD40 ലിഗാൻഡൊക്കെ അല്ലെങ്കിൽ B7 CD28 ഒക്കെ ഇൻട്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഫർദർ പ്രോലിഫറേഷൻ, ബി സെൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും അതിൻ്റെ ഫർദർ പ്രോലിഫറേഷൻ കണ്ടോ G1S G2M സൈക്കിൾ പാസ് ചെയ്യുന്നതും അതിൻ്റെ ശേഷം മാത്രമാണ്. ഓക്കെ, സോ ഇതാണ് ഇത് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഡയഗ്രമാണ്. അത് നോക്കിയാൽ മനസ്സിലാവുന്നത്. ബോൺ മാരോയിൽ നടക്കുന്ന സ്റ്റെം സെല്ലിൽ നിന്നും ജീൻ റീഅറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടക്കുന്നു. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാണ്. ഇത് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്നത് മെച്ചോ ബി സെൽസ്. ഇവിടെ 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബി സെൽ, ഇത് രണ്ടാമത്തെ ടൈപ്പ്, ഇത് മൂന്നാമത്തെ ടൈപ്പ്, ഇത് നാലാമത്തെ ടൈപ്പ്. ഈ ഓരോന്നും ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ അതിൻ്റെ മെച്ചോ സെൽ. ഓക്കെ, ഇതിന് മെച്ചോ ബി സെൽ. ഒന്നാമത്തെ ബി സെൽ വിൽ ഇൻറ്ററാക്ട് വിത്ത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. 2 എന്ന് പറയുന്നത് വേറെ 2 എന്ന് പറയുന്ന ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. 3യുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. 4യുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ഇങ്ങനെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ബി സെൽ ഉണ്ട്. തൗസൻഡ്സ് ഓഫ് ബി സെൽസ് ആർ ദെയർ. ഇതൊരു ക്ലോണാണ്. ഇതിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 4 എണ്ണമല്ല, ഇതാണ് ഞാൻ പറഞ്ഞത് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് മില്യൺസ് ഓഫ് ബി സെൽസ് ആർ ദെയർ ഇൻ ദിസ് ക്ലോൺ. ഓക്കെ, ഈ ക്ലോണിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഒരു ആൻറ്റിജൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ആൻറ്റിജൻ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരു ബാക്ടീരിയ വരുന്നു അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ, ഓക്കെ, ബാക്ടീരിയ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒന്നിലധികം ആൻറ്റിജൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ആൻറ്റിജനായിട്ട് എടുക്കാം. നമുക്ക് ഒരു ആൻറ്റിജൻ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻറ്റിജന് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബി സെല്ലിനെ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുണ്ടോ? സോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആൻറ്റിജൻ 2 എന്നാണ്. ഇപ്പോൾ ആൻറ്റിജൻ 3 വന്നാൽ ഇതുമായിട്ടല്ല ഇൻറ്ററാക്ട് ചെയ്യുക, ഇതുമായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുക. ഓക്കെ, ആൻറ്റിജൻ 2 വന്നതുകൊണ്ട് ഈ പറയുന്ന ബി സെൽ 2 എന്ന് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്ന ബി സെല്ലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഇത് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതായത് 2 എന്ത് ചെയ്യുന്നു? 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പ്രോലിഫറേറ്റ് ചെയ്യുന്നു. ആദ്യം 2 ഒരുപാട് 2 ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ആൻറ്റിജൻ വരികയും ആ ആൻറ്റിജൻ ഈ ക്ലോണിൽ നിന്നും ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? ആൻറ്റിജൻ വരുന്നു, ആൻറ്റിജൻ എന്ത് ചെയ്യുന്നു? ആൻറ്റിജനാണ് സെലക്ട് ചെയ്യുന്നത് ഏത് ബി സെല്ലാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, ഇത് ജസ്റ്റ് ലൈക്ക് യു ക്യാൻ ടേക്ക് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗെയിമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ഗെയിമിൽ ഇപ്പോൾ ഒരാളെ ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെടണം, ഒരാളെ കൊല്ലാൻ വിധിച്ചു. അപ്പോൾ അയാൾക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഏത് ആയുധം കൊണ്ട് അയാൾ കൊല്ലപ്പെടണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ വാളുണ്ട്, കത്തിയുണ്ട്, തോക്കുണ്ട്, ബോംബുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ടെന്ന് വിചാരിച്ചോ.
അപ്പോൾ ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് ഇയാളെ കൊല്ലേണ്ടത് എന്ന് ഇയാൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെയാണ് ഇവിടെ. അതായത് ആൻറ്റിജൻ പുറത്തുനിന്ന് വന്ന ഒരു എക്സ്റ്റേണൽ ആളാണ്. ഇയാളാണ് തീരുമാനിക്കുന്നത് ഇയാളെ എലിമിനേറ്റ് ചെയ്യാൻ ആരെയാണ് എടുക്കേണ്ടത്. അല്ല, ഇയാളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഈ സെല്ല് ചെയ്യുക ഇനി. അപ്പോൾ ഇയാളെ എലിമിനേറ്റ് ചെയ്യാൻ ഈ കൂട്ടത്തിൽ നിന്നും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നും ഏത് ബി സെല്ലാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് ഇയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഒരു മെക്കാനിസം കണ്ടുവന്നാണ് ക്ലോണൽ ഡിലീഷനാണ്. ഓക്കെ, ക്ലോണൽ ഡിലീഷൻ എന്തായിരുന്നു? എനി ബി സെൽ വിച്ച് ഈസ് റിയാക്റ്റീവ് ടു സെൽഫ് സെൽസ് വിൽ ബി എലിമിനേറ്റഡ്. ദാറ്റ് ഈസ് കോൾഡ് ക്ലോണൽ ഡിലീഷൻ. ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ആൻറ്റിജൻ എൻട്രി, അല്ല ഇതെല്ലാം ഉള്ളത് ഇപ്പോൾ പെരിഫറൽ സൈറ്റിലാണ്, അതായത് ബ്ലഡിലോ ലിംഫിലോ അല്ലെങ്കിൽ ടിഷ്യൂസിലൊക്കെയാണ് ഉള്ളത്. ഈ ബി സെല്ലിൻ്റെ കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ബി സെല്ലിനെ മാത്രം സെലക്ട് ചെയ്യും വന്ന ആൻറ്റിജൻ. ഈ പ്രോസസ്സിനാണ് ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഈ രീതിയിൽ ക്ലോണൽ സെലക്ഷൻ നടത്തും. ദെൻ ക്ലോണൽ സെലക്ഷൻ നടന്നാൽ ആ ക്ലോൺ മാത്രം പ്രോലിഫറേറ്റ് ചെയ്യും ഇനി. ഓക്കെ, ഈ ക്ലോൺ മാത്രം ഇനി ഒരുപാട് ബി സെല്ലായിട്ട് മാറും. അതാണ് പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. ക്ലോണൽ എക്സ്പാൻഷൻ എന്നും പറയാം. ക്ലോണൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രോലിഫറേഷൻ. അതിനുശേഷം ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നടക്കും. അതായത് കുറേ ഇത്തരം ബി സെൽ ഉണ്ടായി, ഇനി അതിൻ്റെ ഡിഫറൻസിയേഷനാണ് നടക്കുന്നത്. അതായത് മെമ്മറി സെല്ലും പ്ലാസ്മ സെല്ലുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് പ്രോലിഫറേഷനാണ്, ഇത് ഡിഫറൻസിയേഷനാണ്. രണ്ടാണ്, അറിയാമല്ലോ. ദെൻ സ്വാഭാവികമായിട്ടും ഇനി ഫർദർ മെക്കാനിസം നമുക്കറിയാം. മെമ്മറി സെല്ലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. പ്ലാസ്മ സെൽ വിൽ സെക്രീറ്റ് ആൻറ്റിബോഡി. ഇവിടെ സെക്രീറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡി കണ്ടോ? ദിസ് ഈസ് ആൻറ്റിബോഡി 2. അതായത് ആൻറ്റിജൻ 2 എന്ന് വന്ന ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി 2 ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇത് 1, 2 എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന നമ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ആൻറ്റിബോഡി 2 എന്ന് പറയുന്ന ആൻറ്റിബോഡി ആൻറ്റിജൻ 2 എന്നതിനെതിരെ ആക്ട് ചെയ്യുന്നതാണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ ആൻറ്റിബോഡീസും എന്തായിരിക്കും? ആൻറ്റിജൻ 2-നെതിരെ ആക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൻറ്റിബോഡീസാണ്. സോ ദർ വിൽ ബി ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് ആർ റിലീസ്ഡ്. ബിക്കോസ് ഒരുപാട് പ്ലാസ്മ സെൽ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം ഹെവി കോൺസെൻട്രേഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പെർ സെക്കൻഡായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റേഷ്യോ മില്യൺസ് ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും ആൻറ്റിബോഡി മോളിക്യൂൾസ്, കാരണം ഇത് വളരെ ചെറിയ മോളിക്യൂൾസാണ്. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ആൻറ്റിബോഡീസ് ബ്ലഡിലേക്ക് സെക്രേറ്റ് ചെയ്യപ്പെടും. ഇത് ഓരോന്നും ഇതിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആൻറ്റിജൻ എത്ര വന്നാലും ഈ ആൻറ്റിബോഡീസ് അതിനെ എലിമിനേറ്റ് ചെയ്തിരിക്കും. റൈറ്റ്, ദിസ് ഈസ് ദ മെക്കാനിസം. ഇതാണ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ്റെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ് ഈ പറയുന്ന ഈ ഡയഗ്രത്തിലുള്ളത്. ഇത് ക്ലിയർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റിബോഡി മെക്കാനിസത്തിന് മനസ്സിലാക്കാൻ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഈ ഡയഗ്രാം ക്ലിയർ ആയോ ഇല്ലയെന്ന് പറ. ഹലോ, ഓക്കെ, സംശയമുള്ളവർ ചോദിച്ചോട്ടോ. സംശയം എന്തെങ്കിലും ഉണ്ട്. കാരണം ഇത് ഇനി നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവാണ്ട് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാത്തിലും ഇതെല്ലാം വേണ്ടി വരും. ഇപ്പോൾ ആരെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ഇത് സെയിം സാധനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒന്ന് വേറൊരു ഡയഗ്രാം ആണെന്നേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ കുറച്ചും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, മൂന്ന് ഷേപ്പിലുള്ള റിസപ്റ്റർ കാണിച്ചിട്ടുണ്ട് ഇവിടെ. സെയിം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വേറെ രീതിയിൽ ഡയഗ്രാം ഇട്ടതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു റിസപ്റ്ററാണ്. ഇവിടെ ഈ റിസപ്റ്ററിൻ്റെ ഷേപ്പ് കണ്ടോ ഇങ്ങനെയാണ്. ഇവിടുത്തെ റിസപ്റ്ററിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ വന്ന ആൻറ്റിജൻ ഈ ഷേപ്പിലുള്ളതാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ വന്ന ആൻറ്റിജൻ വേറെ ഷേപ്പിലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന ആൻറ്റിജൻ ഈ ഷേപ്പിലുള്ളതായിരുന്നെങ്കിൽ, ഓക്കെ, ഈ ഷേപ്പിലുള്ളതായിരുന്നെങ്കിൽ ഇവിടെയാണ് ഇൻട്രാക്ട് ചെയ്യുക. ഓക്കെ, അതേസമയം ഇങ്ങനെ ഈ ഷേപ്പിലുള്ളതായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഇവിടെ ആയിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വന്ന ആൻറ്റിജൻ ഈ ഷേപ്പിലായതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ദെൻ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോലിഫറേഷൻ. ഇവിടെ പ്രോലിഫറേറ്റ് ചെയ്യപ്പെടും, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും. ദെൻ പ്ലാസ്മ സെല്ലും മെമ്മറി സെല്ലും ഉണ്ടാവും, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഡയഗ്രം നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ വെച്ചിട്ടുള്ള കാര്യമാണ് ഐസോടൈപ്പ് സ്വിച്ചിങ്. ഇതുവരെയുള്ള കാര്യമാണ് പറയുന്നത്. ഐസോടൈപ്പ് സ്വിച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, നമുക്ക് ആൻറ്റിബോഡി പറയുന്ന സമയത്ത് അത് പറയാം. ഓക്കെ, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന IgM ആണ്. എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന IgM എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നീടാണ് അത് മറ്റു ക്ലാസ്സുകളായിട്ട് സ്വിച്ച് ചെയ്യപ്പെടുന്നത്.
അത് നമ്മൾ ആൻറ്റിബോഡി എടുക്കുന്ന സമയത്ത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ ബ്രീഫ് ചെയ്യണോ ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് ഭാഗമാണ് ഇന്ന് പറഞ്ഞതിനുള്ളത്. ഒന്നാമത്തത് എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ബി സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ഒന്ന്. രണ്ടാമത്തെ ഭാഗം ബി സെല്ലിൻ്റെ ആക്ടിവേഷനും ആൻറ്റിബോഡി പ്രൊഡക്ഷനും എങ്ങനെയാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ബോൺ മാരോയിൽ വെച്ച് നടക്കുമ്പോൾ ബോൺ മാരോയിൽ അതിൻ്റെ പല സ്റ്റേജിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനീഷ്യലി അതിന് പറയുന്നത് പ്രോ ബി സെൽ എന്നാണ്. അതിൽ നിന്നും പ്രീ ബി സെല്ലായിട്ടും ഇമ്മച്ചോ ബി സെല്ലായിട്ടും ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം ബോൺ മാരോയിലാണ്. അതിനുശേഷം പെരിഫറൽ സൈറ്റിലേക്ക് എത്തുമ്പോൾ അത് മെച്ചോ ബി സെല്ലായി മാറുകയും അല്ലെങ്കിൽ നെയ്വ് സെല്ലായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രോ ബി സെല്ലിൽ എന്തൊക്കെയാണുള്ള റിസപ്റ്റർ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു VLA4 എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്, സീക്കിറ്റ് എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ രണ്ട് റിസപ്റ്ററും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റിസപ്റ്റേഴ്സുമായിട്ട് പ്രോട്ടീൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അതുള്ളത് എവിടെയാണ്? സ്ട്രോമൽ എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ ബോൺ മാരോയിലുള്ള എപ്പിത്തീലിയൽ സെൽസ്. അവർ നമ്മൾ പറഞ്ഞു ഇപ്പോൾ VLA4 റിയാക്ട് ചെയ്യുന്നത് VCAM1 എന്ന് പറയുന്ന ഒരു റിസപ്റ്ററുമായിട്ടാണ്. സീക്കിറ്റാണ് SCF എന്ന് പറയുന്ന റിസപ്റ്ററുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ഈ ഇൻറ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഫർദർ ഇതിൻ്റെ മുകളിൽ പ്രോ ബി സെല്ലിൻ്റെ മുകളിൽ ഇൻ്റർലൂക്കിൻ 7 എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ സൈറ്റോകൈനിൻ്റെ റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഈ റിസപ്റ്ററിൻ്റെ പ്രത്യേകത ഈ ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ സ്വാഭാവികമായിട്ടും ഇൻ്റർലൂക്കിൻ 7 ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. ദെൻ ഈ സൈറ്റോകൈൻസ് ഇൻ്റർലൂക്കിൻ 7 എന്ന് പറയുന്ന സൈറ്റോകൈൻ സ്ട്രോമൽസിന് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഈ ഇൻ്റർലൂക്കിൻ 7 വിൽ ഇൻറ്ററാക്ട് വിത്ത് ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്റർ. അതോടുകൂടി എന്താണ് മറ്റു റിസപ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ VLA4, SCF അല്ലെങ്കിൽ സീക്കിറ്റ് ഇതൊക്കെ എന്താണ് എക്സ്പ്രഷൻ കുറയും, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ഇൻ്റർലൂക്കിൻ 7 റിസപ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. ദെൻ അതിനുശേഷം പ്രോ ബി സെല്ല് ഇമ്മച്വർ സ്റ്റേജിലേക്ക് മാറും. പ്രോ ബി സെൽ പ്രീ ആയിട്ട് മാറും ആദ്യം, ദെൻ പ്രീയിൽ നിന്നും ഇമ്മച്വർ സെല്ലായിട്ട് മാറും. ഓക്കെ, ആ സമയത്ത് തന്നെയാണ് എന്ത് നടക്കുന്നത്? IG ആൽഫ IG ബീറ്റ റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യും അതിന് മുകളിൽ. അതോടൊപ്പം ഹെവി ചെയിൻ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. ഇതിന് പറയുന്നൊരു പേര് ഞാൻ അവിടെ വിട്ടുപോയതാണ്. അവിടെ നിങ്ങളുടെ ഇതിലുണ്ടായത് സറോഗേറ്റ് ബി ചെയിൻ എന്നാണ് അതിന് പറയുക. സറോഗേറ്റ് ബി ചെയിൻ. ഓക്കെ, എന്നുവെച്ചാൽ ഒരു താൽക്കാലിക ബി ചെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവും. അതാണ് ഈ പറയുന്ന ചെറിയൊരു ബി ചെയിൻ പോലെ ഉണ്ട്. IG ആൽഫ IG ബീറ്റ ആയിട്ട് അവിടെ നിൽക്കും തുടക്കത്തിൽ. അതിനാണ് സറോഗേറ്റ് മദർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സറോഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സറോഗേറ്റ് മദർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുന്ന അമ്മേനെയാണ് നമ്മൾ സറോഗേറ്റ് മദർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു സറോഗേറ്റ് ആയിട്ടുള്ള ബി ചെയിനാണ് ഈ പറയുന്ന സംഭവം. ഓക്കെ, ദെൻ അതിനുശേഷം ബി സെല്ലിൻ്റെ റിസപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ് നടക്കും. ഹെവി ചെയിൻ റീഅറേഞ്ച്മെൻറ്റ്, ലൈറ്റ് ചെയിൻ റീഅറേഞ്ച്മെൻറ്റ്, കംപ്ലീറ്റ് ബി സെൽ റിസപ്റ്ററായിട്ട് മാറും. ഓക്കെ, ദെൻ അതിൻ്റെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞു. ക്ലോണൽ ഡിലീഷൻ നടക്കുന്നുണ്ട്. അതായത് സെൽഫ് സെല്ലിനെതിരെ റിയാക്ട് ചെയ്യുന്ന എല്ലാ ബി സെല്ലിനെയും ഇവിടെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുന്നത് രണ്ട് മെക്കാനിസം വഴിയാണ്. ഒന്ന് ക്ലോണൽ ഡിലീഷനും രണ്ടാമത്തെ ക്ലോണൽ ആനർജി. ഈ രണ്ട് മെക്കാനിസം വഴിയാണ്. അതാണ് ആ ഭാഗത്ത് പറഞ്ഞത്. ദെൻ പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ടിവേഷനാണ്. ആക്ടിവേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് പെരിഫറൽ സൈറ്റ്സിൽ വെച്ചിട്ട് ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ അണ്ടർഗോ ദ സെലക്ഷൻ. ആ സെലക്ഷനെയാണ് നമ്മൾ ലാസ്റ്റ് ഇമേജാണത്. ആ സെലക്ഷനാണ് നമ്മൾ ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലോണൽ സെലക്ഷന് ശേഷം അതിൻ്റെ പ്രോലിഫറേഷൻ നടക്കും, ഡിഫറൻസിയേഷൻ നടക്കും, പ്ലാസ്മ സെല്ലും മെമ്മറി സെല്ലും ആവും. പ്ലാസ്മ സെല്ലിൽ നിന്നും ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. മെമ്മറി സെൽ വിൽ ബി റീസ്റ്റോർഡ്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ഇൻഫെക്ഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ?